ഒ ഹെൻറി എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ വലിയൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ കഥകളുണ്ട്, എല്ലാം മനോഹരമാണ്. അവസാനം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും. അതാണ് ആ കഥകളുടെ പ്രത്യേകത. ഒ ഹെൻറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൽ ഇതേപോലെ പാവപ്പെട്ട ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്റ്റോറിയാണ്. അവർ ക്രൈസ്തവരാണ്, ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ ആളുകൾക്ക് ഡിസംബർ 25 ക്രിസ്തുമസിൻ്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡേ ഓഫ് ദ മാഗി എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. മാഗി വരുന്ന ദിവസം എന്നാണ് ഇവർ. അന്ന് ഇവർ കാര്യമായി ചെയ്യുന്നത് പരസ്പരം സമ്മാനം കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്, സമ്മാനങ്ങളുടെ ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും ചെറുതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതാണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ഭാര്യയും ഭർത്താവും ഇല്ലേ, അവർ ഇതേപോലെ സാധുക്കളാണ്, വളരെ പാവങ്ങളാണ്. അപ്പോൾ ഈ ഭർത്താവ് ആലോചിക്കുകയാണ്, അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും, അവൾക്ക് എന്ത് സമ്മാനം കൊടുക്കും. കൊടുക്കാനുള്ള സമ്മാനം അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചു. പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. ആകെയുള്ളതൊരു പഴയ വാച്ച് മാത്രമാണ്. ആ വാച്ച് അദ്ദേഹം വിറ്റിട്ട് അതിന് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയത് എന്താണെന്നറിയോ? അവളുടെ സ്വർണ്ണ നിറമുള്ള തലമുടിയാണ്. ആ തലമുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയത്. ഒരു കേശാഭരണം, തലയിൽ മുടിയിലിടുന്നൊരു ക്ലിപ്പാണ് വാങ്ങിയത്. അങ്ങനെ ആ ക്ലിപ്പ് നന്നായി പൊതിഞ്ഞൊരു ഒരു പെട്ടിയിലൊക്കെ പൊതിഞ്ഞ് നല്ല വർണ്ണക്കടലാസോടുകൂടി ആ ദിവസത്തിൻ്റെ രാവിലെ അവളെ അടുത്തേക്ക് വിളിച്ച് അദ്ദേഹം ആ പെട്ടി ഇങ്ങനെ പിന്നിൽ വെച്ചിട്ട് അവൾക്ക് ആ സമ്മാനം കൊടുത്ത്, അവൾ വലിയ സന്തോഷത്തോടെ ആ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ കണ്ടത് മുടിയിലിടാനുള്ള ക്ലിപ്പാണ്. അത് കണ്ടപ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു സന്തോഷമില്ല. അവൾ പറഞ്ഞു, നിങ്ങളുടെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതെനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്തത്? അവളിങ്ങനെ ഒരു ചെറിയ ഷാൾ ഇങ്ങനെ തലയിലിട്ടിരുന്നു. ആ ഷാൾ ഇങ്ങനെ മാറ്റിയപ്പോഴാണ് കണ്ടത് അവളുടെ ആ സ്വർണ്ണ തലമുടി ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്തിനാണ് മുടി മുറിച്ചത്? അവൾ പറഞ്ഞു, ഞാനത് വിറ്റു, തലമുടി മുറിച്ചിട്ട് വിറ്റ്. എന്തിനാണ് വിറ്റത്? അത് നിങ്ങൾക്കൊരു സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടോ. ആണോ? ഇങ്ങോട്ട് എന്താ വാങ്ങിയത്? അവൾ ഓടിച്ചെന്ന് റൂമിൽ നിന്ന് ആ സമ്മാന പെട്ടി എടുത്തുകൊണ്ട് വരികയാണ്. അയാൾ വലിയ കൗതുകത്തോടെയും ആനന്ദത്തോടെയും അതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? വാച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ പഴയ വാച്ചാ, അച്ഛൻ മറ്റോ വാങ്ങിക്കൊടുത്ത വാച്ചാ. ആ വാച്ചിൻ്റെ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയിട്ട് അത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അദ്ദേഹം. അതുകൊണ്ട് ആ വാച്ചിന് ഇടാവുന്ന നല്ല ഒരു സ്ട്രാപ്പാണ് അവൾ തലമുടി മുറിച്ച പൈസ കൊണ്ട് വാങ്ങിയിട്ടുള്ളത്. അതിങ്ങനെ കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എടോ, നിൻ്റെ സമ്മാനം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അതെന്താ ഉപയോഗിക്കാൻ കഴിയാത്ത? വാച്ചില്ലേ? വാച്ച് എവിടെ പോയി? വാച്ച് ഞാൻ വിറ്റു. അതെന്തിനാ വിറ്റത്? നിങ്ങൾ ഇത്രയും കാലം വലിയ സന്തോഷത്തോടെ കൊണ്ടു നടന്നല്ലേ? അത് ഞാൻ ഈ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് വിറ്റതാണ്, വേറെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ആ കഥയുടെ അവസാനം ഒ ഹെൻറി പറയുന്നത് ഇങ്ങനെയാണ്: രണ്ടാളുകൾക്കും വാങ്ങിയ സമ്മാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാളുകളും ആ സമ്മാനം ഇങ്ങനെ സ്വീകരിച്ച് പരസ്പരം ഇങ്ങനെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പുണർന്ന് രണ്ടാളുകളും കരഞ്ഞു. അവിടെയാണ് ആ കഥ അവസാനിക്കുന്നത്. മനുഷ്യനെ കരയിപ്പിക്കാൻ 2 വഴികളുണ്ട് അല്ലേ? ഒന്നുകിൽ മനുഷ്യനെ വേദനിപ്പിച്ചാൽ മതി, മനുഷ്യന്മാർ കരയും. ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താലും മനുഷ്യന്മാർ കരയും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തെ കാണേണ്ട ഒരു ആവശ്യം വന്ന്, ഒരു ശനിയോ ഞായറോ മറ്റോ. അദ്ദേഹം ഒരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, ഞാൻ കോഴിക്കോട് JDTയുടെ അടുത്താണുള്ളത് എന്ന് പറഞ്ഞു. JDTയുടെ അടുത്തൊരു സ്ഥാപനമുണ്ട്, അവിടെയാണുള്ളത് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, എന്താണ് ഈ ഒഴിവ് ദിവസം മൂപ്പർക്ക് അവിടെ എന്തെങ്കിലും പഠിക്കുമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്കറിയുന്ന സ്ഥലമാണ്. ഞാൻ അവിടേക്ക് എത്തുക. ആ സമയത്ത് വരാന്തയിൽ തന്നെ ഉണ്ട് മൂപ്പര്, വരാന്തയിൽ തന്നെ ഉണ്ട്. അയാളുടെ കയ്യിലൊരു ചെറിയ കുഞ്ഞുണ്ട്.
മുലകുടി പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ചെറിയൊരു മോൻ ഇതേപോലെ ഒരു കുഞ്ഞുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇവിടെ? അപ്പോൾ അവൻ എന്നോട് പറയണേ, പിന്നെ അവിടെ ക്ലാസ് നടക്കുന്നുണ്ട്. ആർക്ക്? വൈഫിന്. അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് പഠിക്കുക എന്നുള്ളത്. എന്തോ ഒരു കൗൺസിലിംഗായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കോഴ്സ് പഠിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ടായതുകൊണ്ട്, മോന് ഫീഡിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ക്ലാസ്സിന് വരിക എന്നുള്ളത് അവൾക്ക് ഒറ്റയ്ക്ക് നടക്കില്ല. അതുകൊണ്ട് അവളുടെ കൂടെ വന്നതാ. അവൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുട്ടിക്ക് പാല് കൊടുത്തിട്ട് പോവും. 4 മണിയായാൽ ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവും. അതുകൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. മന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇല്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട ഒരു സ്ഥലമല്ല അത്. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ട സ്ഥലമല്ല അത്. എൻ്റെ കൂടെയുള്ള ഓരോ മനുഷ്യനും ഇതേപോലെ സ്വപ്നങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആൾക്കും അയാളുടേതായ കിനാവുകളുണ്ട്, അയാളുടേതായ മോഹങ്ങളുണ്ട്, എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഞാൻ മാത്രം എവിടെയെങ്കിലും എത്തിയപ്പോരാ. എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള ഓരോ മനുഷ്യനും അതേപോലെ അയാളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഞാൻ അയാളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വീട് ആ അർത്ഥത്തിൽ ഒരു വീടായി മാറുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഒരേ കുടുംബം പേരിലുള്ള ആളുകളാണ് അല്ലേ? ഇതിന് ഈ പേരിട്ട ഒരാളുണ്ടാവില്ലേ? MTP എന്ന് പേരിട്ട ഒരാളുണ്ടാവില്ലേ? ഒരാൾ കടമ്മനിട്ട എന്ന് പറയുന്ന വലിയൊരു കവിയുണ്ട് മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. അതിങ്ങനെയാ: നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. എങ്ങനെയാണ്? നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന് പറഞ്ഞാട്ട്, നിങ്ങളോർക്കുക, നമ്മളോർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. എത്രയോ മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന ഒരു സമാധാനവും സന്തോഷവും ഒന്നും ജീവിതത്തിൽ അത്ര വലിയ വരുമാനങ്ങളോ അത്ര വലിയ അനുഗ്രഹങ്ങളോ അനുഭവങ്ങളോ ഒന്നുമില്ലാതെ കടന്നുപോയ എത്രയോ തലമുറകളുണ്ട്. ആ തലമുറകളുടെ കഷ്ടപ്പാടുകളുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഫലമാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഈ ഒരു കാര്യം. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മളെക്കാൾ എത്രയോ സന്തോഷിക്കും. കാരണം ഒരു കുടുംബത്തിൻ്റെ, ഒരു തറവാടിൻ്റെ ഒക്കെ വലിയ ആനന്ദം നമ്മളെക്കാൾ അവരനുഭവിക്കുന്നുണ്ടാവും, ആ പേരിലും അതിൻ്റെ ഒരു പൈതൃകത്തിലുമൊക്കെ അല്ലേ? അപ്പം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന സമയത്ത് ശരിക്ക് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു ദിവസമാണ് ഇത്. നമ്മുടെ കൂടെ ഇല്ലാത്ത നമ്മുടെ പൈതൃകത്തിലുള്ള വലിയ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ നേരമാണ് ഇത്. ഒരു ചെങ്ങലയാണ് എന്നും ആ ചെങ്ങലയിലെ ഓരോ കണ്ണിയും അത്രയും പ്രധാനമാണ് എന്നും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം, ഏറ്റവും വലിയ അനുഭവം അയാളുടെ കാരുണ്യം ലഭിക്കുകയാണ് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ആളുകൾ വരും. ആ ആളുകളൊക്കെ നമ്മൾ തമ്മിൽ ഏതൊക്കെയോ തരത്തിലുള്ള ഫീലിങ്സ് കടന്നു പോവുകയും കൈമാറുകയും ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളാവട്ടെ, ഭാര്യയും ഭർത്താവും ആവട്ടെ, മക്കളും മാതാപിതാക്കളും ആവട്ടെ, അയൽക്കാരാവട്ടെ, കുടുംബക്കാരാവട്ടെ, അല്ലേ? മനുഷ്യന്മാർ തമ്മിൽ എത്രയോ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട്, എത്രയോ വികാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. പക്ഷെ ഒരേ ഒരു വികാരം മാത്രമേ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാകുന്നുള്ളൂ, തീരാതെ ബാക്കിയാകുന്നുള്ളൂ. അതെന്താണെന്നറിയോ നിങ്ങൾ? അത് കാരുണ്യം എന്നാണ്. അത് കാരുണ്യം. നേരത്തെ ഉസ്താദ് ഇവിടെ ഖുർആനിലെ ഒരു ഭാഗം പാരായണം ചെയ്തില്ലേ, ഖിറാഅത്ത് ചൊല്ലിയില്ലേ? ആ ഖിറാഅത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ഭാഗം ഏതാണെന്നറിയോ? സൂറത്ത് റൂമിലുള്ള ഒരായത്താണ്. നമ്മുടെ ഈ നിക്കാഹിൻ്റെ ചടങ്ങിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ആയത്താണത്. അതിൽ പഠിച്ചോൻ എന്താ പറയണതെന്നറിയോ നിങ്ങൾ? വല്ലാത്തൊരു വാക്കാണത്. പഠിച്ചോൻ പറയണത്, ആദ്യം പറഞ്ഞു ഭൂമിയിൽ കുറേ മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്, ആണായും പെണ്ണായും കുറേ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പഠിച്ചോൻ പറയാ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇണയായിട്ട് കടന്നു വരും. വമിൻ ആയാത്തിഹി
അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അങ്ങനെ പറയാം. ഇത്രയേറെ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ, മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആ മനുഷ്യനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്നറിയോ? ആണിൽ നിന്ന് പെണ്ണിനും പെണ്ണിൽ നിന്ന് ആണിനും പരസ്പരം കിട്ടേണ്ട 2 കാര്യങ്ങൾ ഖുർആൻ പറയാം. എന്താ പറഞ്ഞതെന്നറിയോ? ഒന്നാമതായി പറഞ്ഞു, ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങളാണ് കേട്ടോ. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ, ഒന്നാമതായി പറഞ്ഞത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞാനല്ല, അത് നമ്മളാണ്. ഇല്ലെങ്കിൽ മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. എന്തിനാണ് കുറച്ച് മനുഷ്യന്മാർ? ആ മനുഷ്യന്മാർ നമ്മളിൽ നിന്ന് അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. ആ മനുഷ്യന്മാരിൽ നിന്ന് നമ്മൾ അർഹിക്കുന്ന ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറയാ, നിങ്ങൾ ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പടച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ പടച്ചോൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ 2 ആളുടെ ഇടയിൽ പടച്ചോൻ 2 കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ, അല്ലേ? ഉണ്ടാക്കി വെച്ചത് മാത്രമാണ് ഉമ്മ, എടുത്ത് കഴിക്കേണ്ടത് നമ്മളാ. ഇതേപോലെ പഠിച്ചോൻ പറഞ്ഞ് നിങ്ങളുടെ 2 ആളുടെ ഇടയിൽ 2 കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ 2 കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം സ്നേഹം. അത് പറയേണ്ട കാര്യമില്ല. എന്തായാലും എല്ലാ മനുഷ്യൻ്റെ ഇടയിലും ഇങ്ങനെ പരസ്പരം ചേർക്കുന്ന പശയാണ് അത്. അതില്ലെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയല്ല, ഖുർആൻ അത് പറഞ്ഞു എന്തായാലും. പക്ഷെ അതിലൊരു അത്ഭുതമൊന്നുമില്ല. പക്ഷെ രണ്ടാമതായി പറഞ്ഞ കാര്യത്തിലാണ് അത്ഭുതം. 2 മനുഷ്യന്മാർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ സ്നേഹം മാത്രം പോരാ. അതാണ്, വേറൊരു കാര്യം കൂടി വേണം. അതെന്താ? കാരുണ്യം. എന്താണ് കാരുണ്യം? നിങ്ങളുടെ മുന്നിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണം ഞാൻ എല്ലാ സമയത്തും ഒരുപോലെയല്ല, എല്ലാ കാലത്തും ഒരുപോലെയല്ല. കഴിഞ്ഞ വർഷത്തിൽ ഉള്ളതുപോലെയല്ല ഈ വർഷം. 2013 വരെ എനിക്ക് ഉമ്മുണ്ട്. 2013 കഴിഞ്ഞപ്പോൾ ഞാൻ ഉമ്മയില്ലാത്ത ഒരാളാണ്. 2012 2013. 2015 വരെ എനിക്ക് ഉപ്പുണ്ട്. 2015 ശേഷം എനിക്ക് ഉപ്പല്ലാത്ത ഒരാളാണ് ഞാൻ. ഉപ്പാന്ന് വിളിക്കാൻ ഒരാളില്ല. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ അവിടെ ഉമ്മയില്ല. എൻ്റെ ജീവിതം മാറുന്നു, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മാറുന്നു. അപ്പം നമ്മുടെ കൂടെയുള്ള ആൾ നമുക്ക് തരേണ്ടത് എന്താണ്? സ്നേഹം മാത്രം കിട്ടിയോണ്ട് കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കണം. സ്നേഹം ഒരാൾക്ക് 24 മണിക്കൂറൊന്നും വേണ്ട, കുറച്ച് നേരമൊക്കെ മതി. പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുമാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ നമ്മളെ അറിയണം, നമ്മളുടെ ആവശ്യങ്ങൾ അറിയണം. ഓരോ മനുഷ്യനും ഓരോ സമയത്ത് ഓരോന്നാണ് വേണ്ടത്, എല്ലാ സമയത്തും ഒന്നല്ല വേണ്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ഉമ്മ മരണപ്പെട്ട ദിവസം അവിടെ പകൽ സമയത്ത് നമ്മൾ ആ ദുഃഖത്തെക്കുറിച്ച് വല്ലാതെ ആലോചിക്കുന്നൊന്നുമില്ല. ദുഃഖം ഉണ്ടാവും, നമ്മൾ ആ തിരക്കിനിടയിലാണല്ലോ ഉണ്ടാവുക. പക്ഷെ രാത്രിയായി, പിന്നെ ഉറങ്ങാൻ കിടന്നു, ഉറങ്ങുന്നില്ല. എത്ര ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉമ്മയില്ലാത്ത വീടാണ്. അത്രയും കാലം ഉമ്മയുണ്ട്. 1982 മുതൽ 2013 വരെ എൻ്റെ ജീവിതത്തിൽ ഉമ്മുണ്ട്. ഞാൻ ഉമ്മാൻ്റെ ചെറിയ മോനാണ്. ഉമ്മാൻ്റെ കൂടെ തന്നെയായിരുന്നു. ഉമ്മാൻ്റെ കൂടെ തന്നെ 10ാം ക്ലാസ് വരെ ഉമ്മാൻ്റെ കൂടെയാണ് കിടന്നിരുന്നത്. 10ാം ക്ലാസ്സിൽ ഒരു പ്രാവശ്യം തോറ്റത് പഠിക്കാത്തതുകൊണ്ടല്ല, ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഞാൻ പോകേണ്ടി വരും, വേറൊരു സ്ഥലത്ത് കോളേജിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ ഏറ്റവും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള വിഷയം ഞാൻ എഴുതാൻ പോയി, പക്ഷെ എഴുതിയില്ല. സന്തോഷപൂർവ്വം എല്ലാവരുടെ ദേഷ്യവും വഴക്കൊക്കെ കേൾക്കേണ്ടി വന്നു. സാരമില്ല, 1 കൊല്ലം കൂടി ഉമ്മാൻ്റെ കൂടെ നിൽക്കുമല്ലോ. അങ്ങനെ 2ാമത് പ്രാവശ്യം പാരലൽ കോളേജിൽ പോയിട്ടാണ് ജയിച്ചത്. അതിലെനിക്ക് യാതൊരു വിഷമമില്ല, എന്ന് പറയാനും പ്രശ്നമില്ല. കാരണം ഞാൻ തോറ്റതിനൊരു കാരണമുണ്ട്, അത് ഉമ്മയായിരുന്നു. ആ ഉമ്മയാണ് പോയത്. പക്ഷെ അന്ന് രാത്രി എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാതെ ഇങ്ങനെ കുറേ സമയമായി, പുലർച്ചെ 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് വെറുതെ ആലോചിച്ചതാണ്,
എന്താണോ മനസ്സിലുള്ളത് അതൊരു പേപ്പറിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് കിടക്കയിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരാൾ പിടിച്ചു. കാരണം അയാൾക്ക് മനസ്സിലായി ഞാൻ ഇത്രയും നേരം ഉറങ്ങിയിട്ടില്ല. അങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ വന്നിട്ട് എഴുതിയിട്ട് ഒരു 3-4 വരിയുണ്ട്. കവിത എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ആണ്. ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട്. പിന്നെ അതിന് വീട് പറയാൻ പറ്റില്ല. ഉണങ്ങിയ കെട്ടിടമാകും വീട്. ഉറക്കം പാതിയിൽ മുറിയും, ഉണർന്നിരുന്ന ഓർമ്മകൾ കരയും. ഉമ്മ നട്ടതും, ഇതൊക്കെ സത്യമായിരുന്നു കേട്ടോ, ഞാൻ ആ പകല് കണ്ടതാ. ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും. അവളും ഉമ്മയാണല്ലോ. 2013 മുതൽ 2023 ഈ ദിവസം വരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി എനിക്ക് രണ്ടാമത്തെ ഒരു ഉമ്മയെ പോലെയായി. അപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ് മനുഷ്യന്മാരില്ലാതെ പറ്റൂല. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ ഉമ്മയെപ്പോലെയായി അവൾ മാറി. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അവളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഉപ്പയാവണം. അതിനാണ് പടച്ചവൻ അവൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവളുടെ ഉപ്പയ്ക്ക് അവളോട് കാരുണ്യം കാണിക്കുക, അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക, അവളുടെ മനസ്സിൻ്റെ മാറ്റങ്ങളെ തിരിച്ചറിയുക, ഇതൊക്കെ അവളുടെ ഉപ്പാക്ക് എളുപ്പമാണ്, കാരണം ഉപ്പയല്ലേ. പക്ഷെ രണ്ടാമത്തെ ഉപ്പയെ പോലെ ഞാൻ സ്വയം അതിനുവേണ്ടി തയ്യാറാവുകയും സ്വയം തിരുത്തുകയും സ്വയം നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് അപ്പം മനസ്സിലായി. അതാണ് പഠിച്ചവൻ പറഞ്ഞത്, സ്നേഹമല്ല അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ രണ്ടാമതായി ഖുർആൻ ഒരു കാര്യം പറയാ, എന്താണ് കാരുണ്യം. അതെങ്ങനെയാണെന്നറിയാം, സ്നേഹം എന്നറിയണം ഇങ്ങനെ ഒരാളിങ്ങനെ, അതേ കൂടെ തന്നെ അയാളും ഇങ്ങനെ. പക്ഷെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ. കാരണം ഇയാളിങ്ങനെ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇയാളിങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പം ഇയാൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരല്ല, ഇയാളിങ്ങനെ നിൽക്കുന്നതിൻ്റെ പേരാണ് കാരുണ്യം. റഹ്മ, കാരുണ്യം. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു പെൺകുട്ടി. അവൾ വേറെ സുഹൃത്തിനോട് പറഞ്ഞൊരു സംഭവം. അവളെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് അവൾക്ക് നല്ല ഓർമ്മകളൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വല്ലാതെ വഴക്ക് പറയുകയും ദേഷ്യം പിടിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരമ്മയാണ്. ആ അമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകളൊന്നും പറയാനില്ല. പക്ഷെ അവൾ അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ആദ്യത്തെ ഗർഭത്തിൻ്റെ എല്ലാ പേടിയും ആകുലതകളോടെയും ആ കുട്ടി ഉള്ള സമയത്ത് ഒരു ദിവസം വല്ലാതെ വേദന ഉണ്ടായി. ഗർഭവേദന പോലെ ഒരു പിടച്ചിലുണ്ടായി. അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി മരുന്നൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്ന്, 8 മാസമൊക്കെ ഉള്ള സമയത്താണ് ഗർഭം. അങ്ങനെ തിരിച്ചു വന്ന് എല്ലാവരും ഉറങ്ങാൻ കിടന്ന്, അവളും കിടന്ന് കുറേ സമയം കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ആരോ ഒരാളിങ്ങനെ തൊടുന്നത് പോലെ അവൾക്ക് തോന്നി. ആരോ തൊടുന്നത് പോലെ, തലോടുന്നത് പോലെ തോന്നി. അപ്പോൾ അവൾ മെല്ലെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതാരാന്നറിയോ? അമ്മ. അവൾക്ക് ഇതുവരെ നല്ല ഒരു ഓർമ്മയും കൊടുത്തിട്ടില്ലാത്ത അമ്മ. അപ്പോൾ അവൾ പറയാ, ഞാൻ ഉറങ്ങിയതുപോലെ തന്നെ പോയി. അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ഒറ്റപ്പാതിരാത്രിയിലെ ഒരു തലോടൽ മാത്രം ബാക്കിയാകുന്നു. ഇതാണ് കാരുണ്യം.